നമസ്കാരം. 30 വർഷത്തിന് ശേഷം 9 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം വന്നു ചേരുന്നു. ഈ 9 നക്ഷത്ര ജാതകർക്ക് വീട്, കാറ്, സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ യാതൊരു തടസ്സവുമില്ലാതെ നടന്നു കിട്ടുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരുന്നത്. ചില ഗോചരഫലങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത് അപ്രതീക്ഷിതമായ ഒരു മാറ്റമല്ല, നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് വന്നു ചേരുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഗ്രഹങ്ങൾ അനുകൂലമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ സാധിക്കും. ഇവരുടെ സകലവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ധനപരമായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുകയാണ്. ചില പരിഹാരങ്ങൾ ചെയ്യണം. ചില ക്ഷേത്ര ദർശനം നടത്തുന്നതോടുകൂടി ഇവരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി സകലവിധ ശത്രുദോഷങ്ങളും അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇന്നലെ വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുദിനം വലിയ രീതിയിൽ രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെയും സംഭവിക്കുന്നത് അതുതന്നെയാണ്. ഈ 9 നക്ഷത്ര ജാതകർക്ക് ഇന്നലെ വരെ കഷ്ടപ്പാടുകളായിരുന്നു എങ്കിൽ ഇനി മുതൽ ഇവരുടെ ജീവിതത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കുകയാണ്. ചില ശത്രുദോഷങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ചില ഗോചരഫലങ്ങൾ അനുകൂലമല്ലായിരിക്കാം. എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി അങ്ങോട്ട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയം തന്നെയാണ്. 30 വർഷത്തിന് ശേഷം വരുന്ന വലിയൊരു ഭാഗ്യം. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകണം ഈ നക്ഷത്ര ജാതകർ. അപ്രതീക്ഷിതമായി പല സാഹചര്യങ്ങളും ഇവർക്ക് അനുകൂലമാകുന്നു. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും നല്ലൊരു തുക ഇവർക്ക് സമ്മാനമായി ലഭിക്കുക, അല്ലെങ്കിൽ ചിട്ടി, ലോൺ ഇവയൊക്കെ കിട്ടുക, അല്ലെങ്കിൽ വിൽക്കാതിരുന്ന ഭൂമി വിൽക്കാൻ സാധിക്കുക. അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി നടന്നു കിട്ടും. അങ്ങനെ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയുന്ന ആ 9 നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിയോടുകൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുന്ന നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുക്കുകയും നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുകയും ചെയ്യും. ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും കഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ്. മേടരാശിക്കാർക്ക് ഇത് ഏഴരാണ്ടശനിയുടെ കാലമാണ്. അതിനാൽ പലവിധ പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. രോഗദുരിതങ്ങൾ. എന്നാൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ്. ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുന്ന സമയം തന്നെയാണ്. ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നോക്കിയാൽ ശനി ജന്മരാശിയുടെ 12-ാം ഭാവത്തിലും, വ്യാഴം ജന്മരാശിയുടെ 3-ാം ഭാവത്തിലും, ചൊവ്വ ജന്മരാശിയുടെ 10-ാം ഭാവത്തിലും, സൂര്യൻ ജന്മരാശിയുടെ 10-ാം ഭാവത്തിലും, ശുക്രൻ ജന്മരാശിയുടെ 10-ാം ഭാവത്തിലും, ബുധൻ ജന്മരാശിയുടെ 10-ാം ഭാവത്തിലും, ചന്ദ്രൻ ജന്മരാശിയുടെ 12-ാം ഭാവത്തിലും നിൽക്കുന്നു. അപ്പോൾ ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുമെങ്കിലും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും പോകുവാൻ ഇവർ ചില വഴിപാടുകളൊക്കെ നടത്തി തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ വഴിപാടുകൾ ചെയ്യുക വഴി ഇവരുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. ഭൈരവന് കുരുമുളക് ദീപം, ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധിക്കും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഇത് ഭാഗ്യമാണ്.
റോക്കറ്റ് പോലെ കുതിച്ചുയരുവാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും കഴിയുന്ന സമയമാണ്. അത്രയധികം നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രജാതകർ പൂരുരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ്. മീനക്കൂറുകാരാണ്. ഇവരെ സംബന്ധിച്ചും ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ശനി ജന്മരാശിയിൽ നിൽക്കുന്നു. വ്യാഴം ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ബുധൻ ജന്മരാശിയുടെ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. ചന്ദ്രൻ ജന്മരാശിയിൽ നിൽക്കയാൽ ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ കഴിയും. ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദൈവഭക്തിയോടുകൂടി മുന്നോട്ട് പോകുന്നവർ തന്നെയാണ്. അത് തന്നെയാണ് ഇവരെയും നയിക്കുന്നത്. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുക, വിദേശ രാജ്യത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുക, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞ 3 വർഷക്കാലമായി ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളായിരുന്നു. എന്നാൽ ആ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ഈ 2026-27 കാലഘട്ടത്തിൽ അവർക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കൊതിച്ചതൊക്കെ സ്വന്തമാക്കുവാൻ ഇവർക്ക് കഴിയും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. ഇവരൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഏതായാലും ഒത്തിരി നേട്ടം, ഒത്തിരി ഭാഗ്യം, ഒത്തിരി ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും. അത്രയധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രക്ഷപ്പെട്ടിരിക്കും, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മീനരാശിക്കാരെ സംബന്ധിച്ച് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ കഴിയുന്ന സമയം. വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുക, വിദേശ രാജ്യത്ത് നല്ല നിലയിൽ എത്തിച്ചേരുക, വിവാഹ പ്രായമെത്തിയവർക്ക് വിവാഹം നടക്കുന്ന സമയം, ജോലി സംബന്ധമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം, വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്ന സമയം. അങ്ങനെ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവർക്ക് മാത്രമല്ല, ഇവരുടെ കൂടെയുള്ളവർക്കും സകലവിധ സൗഭാഗ്യവും വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ക്ഷേത്രദർശനം നടത്തണം. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി ധാര, പിൻവിളക്ക്, കൂവളമാല ഇവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. അത്രയധികം നല്ല സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് ഉയർച്ച, ഒരുപാട് നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് കന്നിരാശിക്കാരാണ്. കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചവർ തന്നെയാണിവർ. സാമ്പത്തികമായ ഒരുപാട് പ്രതിസന്ധികൾ, സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. ആശിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ ഇനി ഇവർ ക്ഷേത്രദർശനം നടത്തി മുന്നോട്ട് പോവുക. ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുന്നതും വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാനും ഇവർക്ക് കഴിയും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധിയാണ്. നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്ന് ലഭിക്കുന്ന സമയം. നിങ്ങൾ കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്തും. ഞാനിത് ചുമ്മാ പറയുന്നതല്ല, അച്ചട്ടായിരിക്കും ഇത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കുന്ന സമയം എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ നടക്കുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ, വ്യാഴം ജന്മരാശിയുടെ 10-ാം ഭാവത്തിൽ, ചൊവ്വ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ, സൂര്യൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ, ശുക്രനും 5-ാം ഭാവത്തിലാണ്. ശുക്രനൊക്കെ 5-ാം ഭാവത്തിൽ നിന്ന് ധനലാഭവും പുത്രസൗഖ്യവും ബന്ധുഗുണവും ഗുരുജനപ്രീതിയൊക്കെ ഫലമായി വന്നു ചേരും. അതുപോലെ ബുധൻ 5-ാം ഭാവത്തിലാണ്. ചന്ദ്രൻ ജന്മരാശിയുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു.
അപ്പോൾ ധനലാഭമുണ്ടാകും, ശയനസുഖമുണ്ടാകും, നല്ല നല്ല സമ്മാനങ്ങൾ കിട്ടും. ലോട്ടറിയൊക്കെ പോലുള്ള അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ ചില ഫലങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ അറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. ഇനി ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും ഒക്കെ അകന്ന് വലിയ രീതിയിൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സർവശക്തനായ ഈശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.